നിങ്ങൾ എപ്പോഴെങ്കിലും രാവിലെ ഉറക്കമുണർന്ന് ചുറ്റുമുള്ള ലോകം അല്പം മാറിയതുപോലെ തോന്നിയിട്ടുണ്ടോ? ഒരുപക്ഷെ ഒരു തെരുവ് വ്യത്യസ്തമായി തോന്നുക, നിങ്ങൾക്കറിയാവുന്ന ഒരാൾ വിചിത്രമായി പെരുമാറുക, അല്ലെങ്കിൽ നിങ്ങൾ ഓർക്കുന്ന ഒരു വസ്തു ഇല്ലാതായിരിക്കുക. ചിലർ ഇതിനെ ദേജാവു ഡെജാവു എന്ന് വിളിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ഇത് സമാന്തര പ്രപഞ്ചങ്ങളിലേക്ക് നാം തെന്നി മാറിയതിന്റെ തെളിവാണെന്ന് അവകാശപ്പെടുന്നു. ഇന്ന് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യങ്ങൾ അനുഭവിച്ച മൂന്നാളുകളുടെ കഥകൾ നമുക്ക് പരിശോധിക്കാം. ഇത് അവരെയും നമ്മളെയും യാഥാർത്ഥ്യത്തെക്കുറിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിക്കുന്നു. ലെറിന ഗാർസിയ ഗോഡോ മൈനസ് മറ്റൊരു പ്രപഞ്ചത്തിൽ ഉണർന്ന സ്ത്രീ. ആമുഖം. ഒരു ദിവസം രാവിലെ നിങ്ങൾ ഉണരുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതെല്ലാം അല്പം മാറിയതുപോലെ തോന്നിയാലോ? 2008 ലെറിന ഗാർസിയ ഗോഡോയ്ക്ക് സംഭവിച്ചത് അതാണ്. കഥ. സ്പെയിനിൽ നിന്നുള്ള 41 വയസ്സുകാരിയായ ലെറിന ഉറക്കമുണർന്നപ്പോൾ തന്റെ ജീവിതത്തിൽ ചെറിയതും എന്നാൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതുമായ മാറ്റങ്ങൾ കണ്ടെത്തി. അവളുടെ ബെഡ്ഷീറ്റുകൾക്ക് മറ്റൊരു നിറമായിരുന്നു, ജോലിസ്ഥലം മാറിയിരുന്നു, കൂടാതെ ദീർഘകാലമായി കൂടെയുണ്ടായിരുന്ന കാമുകൻ പോലും അപരിചിതനെ പോലെ പെരുമാറി. ഇതൊരു സ്വപ്നമാണെന്ന് അവൾക്ക് ആദ്യം തോന്നി. പക്ഷേ അവളുടെ ദിവസത്തിലെ ഓരോ ചെറിയ കാര്യവും തെറ്റായതുപോലെ തോന്നി. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും ഈ മാറ്റങ്ങൾ ശ്രദ്ധിച്ചില്ല. ഇതോടെ ലെറിന താനൊരു സമാന്തര പ്രപഞ്ചത്തിൽ അകപ്പെട്ടതാണോ എന്ന് ചിന്തിക്കാൻ തുടങ്ങി. ഈ കഥയുടെ പ്രാധാന്യം. ചെറിയ യാഥാർത്ഥ്യമായ വ്യത്യാസങ്ങൾ കഥയെ കൂടുതൽ ഭീകരമാക്കുന്നു. ആർക്കും ഇത് സംഭവിക്കാമെന്നതിനാൽ ആളുകൾക്ക് ഈ കഥയുമായി ബന്ധം സ്ഥാപിക്കാൻ കഴിയും. ഇതൊരു മാനസിക പ്രശ്നമാണോ, ക്വാണ്ടം പ്രതിഭാസമാണോ, അതോ യാഥാർത്ഥ്യമാണോ എന്ന ചർച്ചകൾക്ക് ഇത് വഴിയൊരുക്കുന്നു. ടോറേഡിൽ നിന്നുള്ള മനുഷ്യൻ, ഭൂപടത്തിലില്ലാത്ത രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി ഒരാൾ. ആമുഖം. നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ഒരു രാജ്യത്തിൽ നിന്നുള്ള പാസ്പോർട്ടുമായി ഒരാൾ നിങ്ങളുടെ വിമാനത്താവളത്തിലെത്തിയാൽ നിങ്ങൾ എന്തു ചെയ്യും? ആ രാജ്യം നിലവിലില്ലെങ്കിൽ പ്രത്യേകിച്ചും. കഥ. 1950കളിൽ ടോറേഡ് എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടുള്ള ഒരാൾ ടോക്കിയോ വിമാനത്താവളത്തിലെത്തി. ഈ രാജ്യം ഭൂപടത്തിലൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾക്ക് സാധുവായ രേഖകളും വിസകളും ഉണ്ടായിരുന്നു. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് അവന്റെ രാജ്യം കണ്ടെത്താൻ കഴിഞ്ഞില്ല. ചോദ്യം ചെയ്യലിനായി അയാളെ തടഞ്ഞുവെച്ചു. എന്നാൽ അടുത്ത ദിവസം അയാൾ പൂർണ്ണമായും അപ്രത്യക്ഷനായി. അവന്റെ സാധനങ്ങൾ മാത്രം അവിടെ അവശേഷിച്ചു. ഈ ദുരൂഹമായ തിരോധാനം സമാന്തര പ്രപഞ്ചത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണെന്ന് പലരും ഊഹിക്കുന്നു. അവിടെ അതിർത്തികളും രാജ്യങ്ങളും നമ്മുടേതിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും. ഈ കഥയുടെ പ്രാധാന്യം. രഹസ്യം, യാത്ര, യഥാർത്ഥ ചരിത്രപരമായ ആകാംക്ഷ എന്നിവ ഈ കഥയിൽ സംയോജിക്കുന്നു. ഈ കഥ ഒരു ക്ലിഫ് ഹാങ്കർ പോലെ പ്രേക്ഷകരെ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നു. നാം ഒരു യാഥാർത്ഥ്യത്തിൽ ജീവിക്കുമ്പോൾ മറ്റ് പതിപ്പുകൾ നിലവിലുണ്ടെങ്കിൽ എന്തായിരിക്കും എന്ന ഭാവനയെ ഇത് ഉണർത്തുന്നു. ഡെജാവുവും സമാന്തര പ്രപഞ്ചങ്ങളും മറ്റൊരു ജീവിതത്തിലേക്കുള്ള ഒരു എത്തിനോട്ടം. ആമുഖം. നിങ്ങൾ ഒരു നിമിഷം മുമ്പ് ജീവിച്ചതുപോലെ തോന്നിയിട്ടുണ്ടോ? ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ പോലും ഉൾപ്പെടെ. ശാസ്ത്രജ്ഞർ ഇതിനെ ഡെജാവു എന്ന് വിളിക്കുന്നു. എന്നാൽ ഇത് സമാന്തര പ്രപഞ്ചത്തിലേക്കുള്ള ഒരു എത്തിനോട്ടമാണെന്ന് ചിലർ വിശ്വസിക്കുന്നു. കഥ. യഥാർത്ഥത്തിൽ സംഭവിക്കാത്ത കാര്യങ്ങൾ ഓർമ്മിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാകാൻ പാടില്ലാത്ത ഒരാളെ കാണുകയോ ചെയ്യുന്നത് പോലുള്ള ചില ഗ്ലിച്ചുകൾ ആളുകൾ റിപ്പോർട്ട് ചെയ്യാറുണ്ട്. ഡെജാവു ഉണ്ടാകുമ്പോൾ നിങ്ങളുടെ ബോധത്തിന്റെ 2 പതിപ്പുകൾ മറ്റൊരു യാഥാർത്ഥ്യവുമായി താൽക്കാലികമായി ഒന്നിച്ചു ചേരുന്നുവെന്ന് ചില സൈദ്ധാന്തികർ പറയുന്നു. ഉദാഹരണത്തിന്, ഈ ലോകത്ത് ഒരിക്കലും നടക്കാത്ത ഒരു സംഭാഷണം നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നേക്കാം. എന്നാൽ അത് ഒരു സമാന്തര പ്രപഞ്ചത്തിൽ സംഭവിച്ചതാകാം. ഇത്തരം ചെറിയ സൂചനകൾ സമയത്തിന്റെയും യാഥാർത്ഥ്യത്തിന്റെയും സ്വഭാവത്തെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്താൻ ആളുകളെ പ്രേരിപ്പിക്കുന്നു. ഈ കഥയുടെ പ്രാധാന്യം. ഡെജാവു എന്നത് എല്ലാവർക്കും അനുഭവമുള്ള ഒരു സാർവത്രിക അനുഭവമാണ്. നാം ഒരേ സമയം ഒന്നിലധികം യാഥാർത്ഥ്യങ്ങളിൽ ജീവിക്കുന്നുണ്ടോ എന്ന ആകാംക്ഷ ഇത് ജനിപ്പിക്കുന്നു. ഇതിനെ ദൃശ്യപരമായി ആനിമേഷനുകളോ പുനരവതരണങ്ങളോ ഉപയോഗിച്ച് എളുപ്പത്തിൽ വിശദീകരിക്കാൻ കഴിയും.